ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ എൻ്റെ പ്രഗ്നൻസി മസ്റ്റ് ഹാവ്സും പിന്നെ ഹോസ്പിറ്റൽ ബാഗ് എസെൻഷ്യൽസും ചെയ്തപ്പം അതിൻ്റെ രണ്ടിൻ്റെയും താഴെ ഒരു 2-3 പേര് 4-5 കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കുക. കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ. 1000 ആവാൻ കുറച്ച് പേരും കൂടെ മതി. അതായി കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമാവും. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. കമന്റ് ചെയ്തിരിക്കുന്നത് നന്ദന രജു ആണ്. ചേച്ചി, ഫസ്റ്റ് യൂറിൻ പാസ് ഒത്തിരി പെയിൻഫുൾ ആണോ? കോൺസ്റ്റിപ്പേഷൻ ആൻഡ് സൊല്യൂഷൻസ്, വജൈനൽ ചേഞ്ചസ് ആഫ്റ്റർ ഡെലിവറി, കംപ്ലീറ്റ് നോർമൽ ലൈഫ് ആകാൻ എത്ര ഡേയ്സ് എടുത്തു, ഇൻഫെക്ഷൻസ് ഒന്ന് പറയാമോ? ആദ്യം തന്നെ കമന്റ് ചെയ്തതിന് നന്ദന ഒരുപാട് താങ്ക്സ്. ദെൻ ഫസ്റ്റ് യൂറിൻ പാസ് പെയിൻഫുൾ ആണോ? ആക്ച്വലി യൂറിൻ വരുന്ന ആ ഒരു പ്രോസസ്സ് കൂടെ നമുക്കൊരു വലിയ പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിന് നമ്മൾ നാച്ചുറൽ ബർത്ത് ആണ് കഴിഞ്ഞതെന്നുണ്ടെങ്കിൽ എപ്പിസിയോട്ടമി വൂണ്ട് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മേലിൽ കൂടെ ഈ കോൺസെൻട്രേറ്റഡ് യൂറിൻ പോകുമ്പോൾ ഉള്ള ഒരു ഡിസ്കംഫർട്ടും എരിച്ചിലും പുകച്ചിലും ഒക്കെയാണ് കാര്യമായിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസിൽ ഒരു പെരി ബോട്ടിലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സാധാരണ നമ്മളുടെ ഒരു ബോട്ടിലാണ്. അതിൽ ചൂടുവെള്ളം നിറച്ചിട്ട് നമ്മൾ റൈറ്റ് ആഫ്റ്റർ ഡെലിവറി എപ്പോഴൊക്കെ ബാത്റൂമിൽ പോകുന്നു, പ്രത്യേകിച്ച് ഫസ്റ്റ് യൂറിൻ പാസിൻ്റെ സമയത്ത് നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പം ഇത് മസ്റ്റായിട്ടും കൊണ്ടുപോവുക. ഇതിൽ ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ യൂറിൻ പാസ് ചെയ്യുമല്ലോ, ആ സമയം തന്നെ ഈ ബോട്ടിൽ വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വെള്ളം കൂടെ അതിൻ്റെ കൂടെ പോകും. അങ്ങനെ യൂറിൻ ഒന്ന് ഡൈല്യൂട്ട് ആവും. ആ ഒരു സമയത്തുള്ള എരിച്ചിലും പുകച്ചിലും ഒക്കെ ഒന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റില്ല, എന്നാലും നമുക്ക് അതൊന്ന് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് വാങ്ങിക്കാം. അത് നല്ലൊരു എന്താ പറയുക, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. മേടിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും മേടിക്കാം. നിങ്ങൾക്ക് ഡെലിവറി കഴിഞ്ഞിട്ടും ഒക്കെ നല്ല യൂസ്ഫുൾ ആവും. ബേബിക്കും അമ്മയ്ക്കും ഒക്കെ ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പറ്റുകയാണെങ്കിൽ ഒന്ന് മേടിച്ച് വെക്കാം. ദെൻ കോൺസ്റ്റിപ്പേഷൻ ആൻഡ് സൊല്യൂഷൻസ്. ആക്ച്വലി ഒരു നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഡീഹൈഡ്രേറ്റ് ആവും. അതിൻ്റെ തന്നെ ഒരു റിസൾട്ട് ആയിട്ട് പിന്നെ നമ്മൾ എടുക്കുന്ന മെഡിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫ്ലൂയിഡ് ഇൻടേക്ക് ഇൻക്രീസ് ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കാം. ദെൻ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കാം. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട് കഴിക്കാം. വാട്ടർ കണ്ടന്റ് ഉള്ള ഒരുപാട് ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കാം. ദെൻ കംപ്ലീറ്റ് നോർമൽ ലൈഫ് ആകാൻ എത്ര ഡേയ്സ് എടുത്തു എന്ന്, അതും പേഴ്സൺ ടു പേഴ്സൺ മാറും കേട്ടോ. നമ്മളുടെ ഒരു ഫിസിക്കൽ കണ്ടീഷനൊക്കെ അനുസരിച്ചായിരിക്കും പേഴ്സൺ ടു പേഴ്സൺ അത് വ്യത്യാസം വരും. നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു 6 to 8 വീക്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നോർമൽ ലൈഫിലോട്ട് പോവാം. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം നന്നായിട്ട് ഉറങ്ങണം, എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റുള്ളൂ. ആക്ച്വലി നമ്മൾ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടൊരു അമ്മ നോർമൽ ലൈഫിലേക്ക് ആകണമെങ്കിൽ നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരും കൂടെ ഹെൽപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് നോർമൽ ലൈഫിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിൽ മെയിനായിട്ടുള്ള കാര്യം സ്ട്രെസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. സ്ട്രെസ് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റണം, നന്നായിട്ട് ഉറങ്ങാൻ പറ്റണം. അപ്പോൾ ഹസ്ബൻഡ് കൂടെ ഉള്ളവരാണെങ്കിൽ രാത്രി കുഞ്ഞുങ്ങളെ എന്താ പറയുക, പാല് കൊടുത്തതിന് ശേഷം ഒരു എവറി 2 to 3 അവർ പാല് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഉറങ്ങാൻ നോക്കാം. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എൻ്റെ ഹസ്ബൻഡാണ് രാത്രി മുഴുവൻ കുഞ്ഞിനെ കൊണ്ട് നടന്നിരുന്നത്. നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റി. അതുകൊണ്ട് ഒരു 2 വീക്സിനുള്ളിൽ തന്നെ ഏതാണ്ട് ഞാൻ എൻ്റെ സ്റ്റിച്ചൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ ഓക്കെയാണ്, നിങ്ങളുടെ കുഞ്ഞ് വല്ലാതെ ബുദ്ധിമുട്ടിക്കാത്ത കുഞ്ഞാണ്, നല്ല പാർട്ട്ണർ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നോർമൽ ലൈഫിലേക്ക് വരാം. അതല്ല കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അങ്ങോട്ട് മാറ്റം വരും കേട്ടോ. നന്നായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളുടെ ഹെൽത്തിനെയൊക്കെ, മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കലായിട്ടുള്ളതിനെയൊക്കെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ അടുത്തുള്ളവർ, നിങ്ങളുടെ പാർട്ട്ണറാണോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയാണോ എന്നുണ്ടെങ്കിൽ ചോദിച്ച് സഹായം വേണമെന്ന് പറയും. ഞാൻ ടയേർഡാണെന്ന് പറയും. അങ്ങനെ നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ നോക്കുക. അതാണ് മെയിൻ കാരണം. അതാണ് മെയിനായിട്ട് നമുക്ക് ഈ സമയത്ത് വേണ്ടത്. അപ്പോൾ അതിനൊക്കെ ഒന്ന് ചെയ്യാം. ദെൻ ഇൻഫെക്ഷൻസ് എന്ന് പറയാം. എനിക്ക് ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമില്ലാതെയാണ് ഈ ഒരു ജേണി കഴിഞ്ഞു പോയത്. അപ്പോൾ ഇത്രയും ആണ് നന്ദനയോട് പറയാനുള്ളത്. യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ദെൻ ലച്ചു അരുൺ ആണ് ചോദിച്ചേക്കുന്നത്, ചേച്ചി ഒരു സ്റ്റിച്ച് കെയർ വീഡിയോ വേണമെന്ന്. ഇതിന് കമൻറ്റ് വർഷ സജിത്തും കൂടെ ചെയ്തിട്ടുണ്ട്. യൂസ്ഫുൾ ചേച്ചി, എത്ര സ്റ്റിച്ച് ആയിരുന്നു, ക്യൂർ ആകാൻ എത്ര ഡേയ്സ് എടുത്തു, പെയിൻ ആൻഡ് ഇൻഫെക്ഷൻ ചെയ്ത കാര്യങ്ങൾ ഒരു വീഡിയോ ചെയ്യാമെന്നും. ആക്ച്വലി എനിക്ക് വർഷയോട് ഒരു സോറി കൂടെ പറയാണ്ട്. കാരണം ഞാൻ ഈ വീഡിയോ ഇട്ടതിൻ്റെ ആ ഒരു സമയത്ത് തന്നെ ആൾ എന്നോട് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി കമൻറ്റ് ചെയ്തിരുന്നു. ഞാൻ ഓക്കെയും പറഞ്ഞു. പക്ഷേ
അത് എനിക്ക് പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആൾ ഒന്നുകൂടെ വന്ന് എന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീക്ക് ഇടാൻ വെച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ. സോറി വർഷ. ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ വാവയുടെ കരച്ചിലുണ്ടാവുക. അപ്പം ഞാനത് മാറ്റി പിന്നെയും എടുക്കും. എനിക്ക് തോന്നിയത് ഞാൻ 4ാമത്തെ തവണയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അന്ന് ഞാൻ 2 തവണയും ഞാൻ മൈക്ക് യൂസ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ മൈക്കും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുമല്ല ഞാൻ നാച്ചുറൽ ലൈറ്റിലാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. മൂത്ത ആൾ സ്കൂളിൽ പോയി ഉച്ചയ്ക്ക് വരും. ആൾക്ക് ഫുഡും കൊടുത്ത് കുളിപ്പിച്ച് ഉറക്കിയിട്ട് വേണം എനിക്ക് വീഡിയോ എടുക്കാൻ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വീഡിയോ എടുക്കുമ്പോൾ മലേഷ്യയിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഉച്ചയ്ക്ക് ശേഷം മഴയും കൂടിയായിരുന്നു. അപ്പോൾ എനിക്ക് ലൈറ്റിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇത്ര ലേറ്റ് ആയി പോയത്. അതിന് വലിയൊരു സോറി. കമൻറ്റ് ചെയ്തതിന് ലച്ചു അരുൺ അല്ലേ? ലച്ചു അരുണിനും വർഷ സജിത്തിനും ഒരുപാട് താങ്ക്സ്. വീഡിയോ കണ്ടെന്ന് അറിയുന്നതിലും സന്തോഷം. അപ്പം നമുക്ക് സ്റ്റിച്ച് എത്രയായിരുന്നു എന്ന്. ആക്ച്വലി ഞാൻ സ്റ്റിച്ചിൻ്റെ എണ്ണം ചോദിച്ചിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്കും സെക്കൻഡ് ഡെലിവറിക്കും എത്ര സ്റ്റിച്ചാണെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല. ഓൾറെഡി നമ്മൾ വലിയൊരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. നമ്മുടെ ശരീരം നന്നായിട്ട് ടയേർഡായിരിക്കും, മൈൻഡ് നന്നായിട്ട് ടയേർഡായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ സ്റ്റിച്ചിൻ്റെ എണ്ണം കൂടെ അറിഞ്ഞിട്ട് നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും കൂട്ടാന്നല്ലാണ്ട് അത് കുറയ്ക്കുന്ന ഒരു കാര്യങ്ങളും ഇല്ല. അപ്പം ഞാൻ അതൊന്നും സ്ട്രെസ് ആവണ്ടെന്ന് കരുതിയിട്ട് സ്റ്റിച്ചിൻ്റെ എണ്ണം ഞാൻ ചോദിച്ചിട്ടില്ല. അത് അറിഞ്ഞിട്ട് നമുക്ക് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. ക്യൂർ ആകാൻ എത്ര ഡേയ്സ് എടുത്തു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു 2 വീക്കിൻ്റെ ഉള്ളിൽ 10 to 12 ഡേയ്സിൽ തന്നെ എനിക്ക് ക്യൂർ ആയിട്ടുണ്ട്. പെയിൻ ആൻഡ് ഇൻഫെക്ഷൻ. പെയിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ നമുക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ആളുടെ അപേക്ഷിച്ചിരിക്കും നമുക്ക് പെയിന്. ഉണങ്ങുന്നതും ഒക്കെ അങ്ങനത്തെ ആയിരിക്കും. ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, പെരി ബോട്ടിൽ ഡെലിവറിക്ക് ശേഷം എപ്പോഴൊക്കെ നമ്മൾ ബാത്റൂമിൽ പോകുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ പെരി ബോട്ടിൽ എടുത്തിട്ട് അതിൽ ചൂടുവെള്ളം നിറച്ചിട്ടാണ് ഞാൻ വാഷ് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് 6 ബാത്ത്. ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ചെറിയൊരു ടബ്ബാണ് സംഭവം. നമ്മൾ ടോയ്ലറ്റിൽ വെക്കുക, അതിൽ ചെറിയ ചൂടുവെള്ളം നിറയ്ക്കാം. നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടിലുള്ള വെള്ളം നിറയ്ക്കാം. കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഒരു ദിവസം ഒരു 15 to 20 മിനിറ്റ്സ് 2 നേരമായിട്ട് ഇരിക്കാൻ നോക്കാം. മോർണിംഗും ഈവനിങ്ങും ഒന്ന് അതിൽ ഇത്തിരി നേരം ഇരിക്കുക. ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ടും 2 നേരം വെച്ച് ഇരിക്കുക കേട്ടോ. അപ്പം നമ്മളുടെ എപ്പിസിയോട്ടമി വൂണ്ട് പെട്ടെന്ന് ഹീലാവും. പിന്നെ ഞാൻ ചെയ്തത് എണ്ണ തേച്ചിട്ടുള്ള കുളി ഒന്ന് ലേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരു വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് കാര്യമായിട്ട് ഇൻഫെക്ഷൻ വരിക ഈ എണ്ണ തേച്ചുള്ള കുളീൻ്റെ സമയത്തായിരിക്കും. എണ്ണയൊക്കെ പോയിട്ടായിരിക്കും നമുക്ക് സ്റ്റിച്ചിൻ്റെ അവിടെ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലുള്ളത് അതാണ്. കുളി ഒന്ന് ലേറ്റ് ആക്കിയെന്ന് വെച്ചിട്ട് നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും വരില്ല. അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഈ നമ്മൾ സാധാ ടോയ്ലറ്റിൽ ഇരിക്കില്ല, സ്ക്വാട്ട് ചെയ്യുന്ന ആ ഒരു പൊസിഷനിലല്ല നമ്മൾ ഇരിക്കുന്നത്, അതൊന്നും ഒഴിവാക്കുക. ആ സമയത്ത് നമ്മുടെ സ്റ്റിച്ചൊക്കെ ഒന്ന് വലിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിടക്കാതെ കുറച്ചൊന്ന് നടക്കാൻ നോക്കുക കേട്ടോ. നിങ്ങളുടെ റൂമിലും നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലും ഒക്കെ ആയിട്ട് കുറച്ചൊന്ന് നടക്കാം. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് പെട്ടെന്ന് റിക്കവർ ആവും കേട്ടോ. ഈ വക കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കാം കേട്ടോ. പിന്നെ നമ്മളുടെ ബേബിയേക്കാളും വെയിറ്റ് ഉള്ളൊരു സാധനം ലിഫ്റ്റ് ചെയ്യാതിരിക്കാം. അപ്പം വെയിറ്റ് ഒന്നും എടുക്കാതിരിക്കാം. ഒരു 6 വീക്ക് വരെ വെയിറ്റ് ഒന്നും എടുക്കാതിരിക്കാം. അപ്പോൾ ഇത്രയാണ് ഞാൻ എൻ്റെ ഒരു സ്റ്റിച്ച് കെയറിന് വേണ്ടിയിട്ട് ചെയ്തത്. ഇത്രയാണെന്ന് തോന്നുന്നു. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാം, നന്നായിട്ട് ഉറങ്ങുക, സ്ട്രെസ് ചെയ്യാതിരിക്കുക, നന്നായിട്ട് ഉറങ്ങുക എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ അത് പ്രാക്ടിക്കലാക്കാൻ പറ്റില്ല എന്ന് എനിക്കും അറിയാം. കുറേയൊക്കെ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. എന്നാലും രാത്രിയൊക്കെ ഒട്ടും പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ പാർട്ട്ണറിനോട് പറയുക കുഞ്ഞിനെ നോക്കാൻ, അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ അമ്മേനോട് പറയുക കുഞ്ഞിനെ നോക്കുക എന്നുള്ളത്. ഈ സമയത്ത് റെസ്റ്റ് എന്ന് പറയുന്നത് റെസ്റ്റ് എന്ന് മാത്രമല്ല ഉറങ്ങുക എന്നുള്ളതും ഭയങ്കര ഒരു കാര്യമാണ്. ഇല്ലെങ്കിലാണ് നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ ആ സമയത്ത് ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഒരു എന്താ പറയുക മെൻ്റൽ സ്ട്രെങ്ത്തും ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനൊക്കെ ഒരുപാട് പാടുള്ള സമയമായിരിക്കും. ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളോടൊക്കെ തന്നെ നല്ല ദേഷ്യമൊക്കെ വരും. ആ സമയമാണ്. അപ്പം മാക്സിമം റെസ്റ്റ് എടുക്കുക. എനിക്ക് എന്താ പറയുക, നിങ്ങൾക്ക് തീരെ ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഹെൽപ്പ് വേണം എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ചുറ്റിലുള്ള ആരാണോ അവരോടൊന്ന് പറയുക, കുഞ്ഞിനെ ഇച്ചിരി നേരം എടുക്കുക, ഇച്ചിരി നേരം നോക്ക്, എനിക്ക് റെസ്റ്റ് എടുക്കണം എന്നുള്ളത് നിങ്ങൾ പറയുക. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ഇതിന് കുറേയൊക്കെ ഒന്ന് റിക്കവർ ആയിട്ട് വരുള്ളൂ. ദെൻ ലച്ചു വരുണും ചോദിച്ചത് സ്റ്റിച്ച് കെയർ വീഡിയോ ആണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്തത്. പെരി ബോട്ടിൽ, പിന്നെ 6 ബാത്ത് ചെയ്തിട്ടുണ്ട്, തേച്ചുകൂലി ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. സഹല ജലീലാണ് കേട്ടോ ചോദിച്ചത്. ചേച്ചി ഡെലിവറിക്ക് യൂറിൻ ട്യൂബ് ഇട്ടിരുന്നു, ഹൗ പെയിൻഫുൾ ഇറ്റ് വാസ്, എക്സ്പീരിയൻസ് പറയാവുന്നു. ഞാൻ ഓൾറെഡി ആൾക്ക് കമൻറ്റിൽ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ട്യൂബ് ഒന്നും ഇട്ടിട്ടില്ല. എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു പ്രഗ്നൻസി ആയിരുന്നു. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെയാണ് ഡെലിവറി കഴിഞ്ഞത്. ട്യൂബൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം ഇത്രയാണ് കമൻറ്റ്സ് വന്നിരുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യട്ടെ.
നിങ്ങൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് തംബ്നെയിലിൽ വരുന്ന ഒരു വീഡിയോസും പോയി കാണാതിരിക്കാം. ഞാൻ ഇത്ര അനുഭവിച്ചു, എനിക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നു, ഞാൻ എന്താ പറയുക, ഞാൻ സഹിക്കാൻ പറ്റാത്ത ഈ കാര്യങ്ങളാണ്, ഇതാണ് സഹിക്കാൻ പറ്റാത്ത, അങ്ങനത്തെ തംബ്നെയിൽ വെച്ചിട്ടുള്ള പ്രഗ്നൻസിനെ ഒരു നെഗറ്റീവ് സൈഡിലോട്ട് കൊണ്ടുപോകുന്ന വീഡിയോസ് കഴിവതും കാണാതിരിക്കുക. അത് കണ്ടാൽ നമ്മളുടെ ടെൻഷൻ കൂടും, സ്ട്രെസ്സ് കൂടും. അതൊക്കെ നമ്മുടെ പ്രഗ്നൻസി, പ്രത്യേകിച്ച് ആ ലേബർ പെയിൻ വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് നോളജ് കിട്ടുന്ന വീഡിയോസ് ഉണ്ടാവും. ഇനിയിപ്പം കുറേ ഡോക്ടേഴ്സിൻ്റെ വീഡിയോസ് ഉണ്ടാവും, ഈ പ്രഗ്നൻസി അല്ലെങ്കിൽ ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള, പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഉണ്ട്. നമുക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ഉണ്ട്, നമുക്ക് ടിപ്സ് തരുന്ന കുറേ വീഡിയോസ് ഉണ്ട്. അത് കാണാം. ഒരാളുടെ അനുഭവം പോയി കാണുന്നതിന് നല്ലത് നിങ്ങൾക്ക് ഇത് കാണുന്നതാണ്. ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി സമയത്ത് ഞാൻ ഒരു വീഡിയോയും പോയി കണ്ടിട്ടില്ല. കാരണം എനിക്ക് ആദ്യത്തെ പേടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമ്പോൾ അവരുടെ ചേച്ചി ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ പറയുമ്പോൾ ഡെലിവറിനേക്കാളും പെയിൻ ആയിരുന്നു PV ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇത് മൈൻഡിൽ ഇങ്ങനെ നിന്നിട്ട് ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്ത് PV എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ മൈൻഡിൽ കിടക്കുക, PV ചെയ്യുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും എന്നുള്ളത് ഇങ്ങനെ മൈൻഡിൽ കിടന്നിട്ട് എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിയിട്ട് ആ ഒരു സമയത്ത് നല്ല പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പകരം നിങ്ങൾ ടിപ്സ് നോക്കാം. PV ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാന്നുള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ളത് PV ചെയ്യുന്ന സമയത്ത് നമ്മൾ ബലം കൊടുത്താൽ പെയിൻ കൂടും, ഡോക്ടർക്ക് നന്നായിട്ട് എക്സാമിൻ ചെയ്യാതെ വരും. അതിന് പകരം നിങ്ങൾ റിലാക്സ് ചെയ്തിരുന്നാൽ പെയിൻ അത്ര ഉണ്ടാവില്ല. പിന്നെ എന്താണ് ലേബർ പെയിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, മ്യൂക്കസ് പ്ലഗ് പോവും, ബ്ലീഡിങ് ഉണ്ടാവും, വാട്ടർ ബ്രേക്കേജ് ഉണ്ടാവും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കാം. ആ സമയത്ത് ഒന്ന് നോളജ് ഉണ്ടാക്കി വെക്കാം. ഒരാളുടെ അനുഭവം കേൾക്കുന്നതിൽ നല്ലത് നിങ്ങൾ നോളജ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം കുഞ്ഞിൻ്റെ അനക്കം 7 മന്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞിൻ്റെ അനക്കം നോക്കണം. എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നത്, എനിക്കൊരു ഒരു ചാർട്ട് ഉണ്ടായിരുന്നു. അതിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ അതിൻ്റെ ഉള്ളിൽ മിനിമം 10 മൂവ്മെൻറ്റ്സ് കിട്ടണമെന്ന്. ആ 10 മൂവ്മെൻറ്റ്സ് കിട്ടുന്ന സമയം കറക്റ്റായിട്ട് എന്നോട് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ മൂവ്മെൻ്റ് ഒക്കെ നോക്കി വെക്കുക. മൂവ്മെൻറ്റ് കുറയുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുക. ഇനി വാട്ടർ ബ്രേക്കേജ് ഉണ്ടെന്ന് തന്നെ, ചിലർക്കും ഫ്ലൂയിഡ് തുള്ളി ആയിട്ടായിരിക്കും പോവുക, ചെറിയ രീതിക്ക് യൂറിൻ പോകുന്ന പോലെ ആയിരിക്കും തോന്നുന്നത്. അപ്പം നിങ്ങൾ അത് യൂറിൻ പോകുന്നതെന്ന് വെച്ചിട്ടിരിക്കാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുക. അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ള നോളജ് ഉണ്ടാക്കാം. ഇനി ഡെലിവറിക്ക് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് കെയറിന് എന്തൊക്കെ ചെയ്യാം, ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ എക്സ്പീരിയൻസ് ഓൾറെഡി ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. കാരണം എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ എക്സ്പീരിയൻസേ അല്ല എനിക്ക് സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പേഴ്സൺ ടു പേഴ്സൺ ഇത് എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും, പെയിന് വേറെ ആയിരിക്കും. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പെയിന് ഏത് തരത്തിലുള്ള പെയിനാണെന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ഒരു തമ്പനെയിലിൽ വരുന്ന വീഡിയോസ് കഴിവതും കാണാതിരിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. പ്രഗ്നൻസിയെ നല്ല പോസിറ്റീവ് സൈഡിൽ കണ്ടിട്ട് പോസിറ്റീവായിട്ടൊരു പ്രഗ്നൻസി ജേർണി ചെയ്തവരുടെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ പോയി കാണാം. നെഗറ്റീവ് സൈഡിലോട്ട് പോകുന്ന വീഡിയോസ് ഒരിക്കലും കാണാതിരിക്കുക കേട്ടോ. അത് നിങ്ങളുടെ ലേബറിനെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. കുറേ അറിവുണ്ടാക്കി വയ്ക്കാം. ദെൻ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളാണ്, ചെറിയ കുഞ്ഞുങ്ങളാണ്, അമ്മ വേണം. പക്ഷേ 24/7 അമ്മ തന്നെ വേണമെന്നില്ല കേട്ടോ. ഫീഡ് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് അമ്മയെ ഡിപ്പെൻഡ് ചെയ്താൽ മതി. അല്ലാത്ത സമയം നിങ്ങൾ ഇപ്പോൾ ഇത് കാണുന്ന ഏതെങ്കിലും അച്ഛനാവാൻ പോകുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഡെലിവറി ഇപ്പോൾ കഴിഞ്ഞിട്ട് അച്ഛനായവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് നന്നായിട്ട് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധ വേണം, അത് അമ്മയുടെ ശ്രദ്ധ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എവറി 2 to 3 അവർ ആയിരിക്കും നമ്മൾ ഈ ഒരു സമയത്ത് ഫീഡ് ചെയ്യുന്ന സമയം കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് എന്താ പറയുക, റെസ്റ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് ഉറങ്ങണം. ഉറക്ക് എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നോർമൽ ലൈഫിലേക്ക് വരുന്നതിലും നമുക്ക് നന്നായിട്ട് പാലുണ്ടാവണമെങ്കിലും ഒക്കെ നമുക്ക് നന്നായിട്ട് ഉറക്ക് കിട്ടും. നിങ്ങളും കൂടെ വിചാരിച്ചാലേ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു പോസ്റ്റ്മോർട്ടം ജേർണി നിങ്ങളുടെ പാർട്ട്ണർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് നിങ്ങളും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഞാൻ പറയുന്നത് ഒരു ഫിസിക്കൽ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ പിടിച്ചിരിക്കുമ്പോൾ ഫീഡ് ചെയ്യുമ്പോൾ പിറകിൽ വന്നിട്ട് നിങ്ങൾ ഇരുന്നിട്ട് ആ ഒരു തരത്തിലുള്ള കെയറേട്ടൻ ഹെൽപ്പല്ല വേണ്ടത്. കാരണം അതിന് നിങ്ങളുടെ ആവശ്യമില്ല. ഒരു കുഷ്യൻ വെച്ചാൽ മതി. അതിന് പകരം നിങ്ങൾ കുഞ്ഞിനെ കയ്യിലെടുക്കുക. നിങ്ങൾ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് പറയാം, നീ ഉറങ്ങിക്കോ, നീ റെസ്റ്റ് എടുത്തോ, നിനക്ക് ക്ഷീണമില്ല എന്നൊക്കെ ഒന്ന് പറയാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞേ പറ്റൂ, കണ്ടറിഞ്ഞ് പറയണം. കാരണം വലിയൊരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് വരിക. നമ്മൾ പറയുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു വലിയൊരു പ്രോസസ്സാണ്. കാരണം എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഡെലിവറിക്കുള്ളത് കൊണ്ടാണ് എനിക്ക് പെട്ടെന്നൊരു റിക്കവർ ഉണ്ടായത്. കാരണം ഡെലിവറി കണ്ട് ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കുഞ്ഞിനെ കൈ കിട്ടി, നമ്മൾ പറയുന്നതിനും എത്രയോ അപ്പുറത്തുള്ളൊരു പ്രോസസ്സാണ്. അപ്പം ഞാൻ ഡെലിവറിക്ക് കഴിഞ്ഞ് ഞാനൊന്ന് ഓക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് എന്ത് തോന്നിയെന്ന്.
അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് എല്ലാ ആണുങ്ങളും അച്ഛനന്മാരാവാൻ പോകുന്ന എല്ലാവരും കാണേണ്ട ഒരു കാര്യമാണിത്, എന്നാൽ മാത്രമേ അവർക്കത് മനസ്സിലാവുള്ളൂ എന്നാണ്. അപ്പോൾ അത്രയും വലിയൊരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് റെസ്റ്റ് കൊടുക്കുക, പറ്റാവുന്നിടത്തോളം റെസ്റ്റ് കൊടുക്കുക, അത്രേ പറയാനുള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.